ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ പുതിയ നിസാൻ ടെക്ടോൻ്റെ എല്ലാ വേരിയൻസും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബേസ് മോഡൽ വിഷ നോക്കി, അത് കഴിഞ്ഞ് തന്നെ നമ്മൾ ആക്സെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ വിഷ പ്ലസിനകത്തുള്ള ഫീച്ചേഴ്സ് പറഞ്ഞു. ആൻഡ് ഇന്ന് നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എൻ കണക്റ്റർ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി മോഡലായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സിനകത്തുണ്ട്. കുറച്ച് പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടോപ്പ് ആൻഡ് ലാഗപ്പാടില്ലാത്ത വെന്റിലേറ്റഡ് സീറ്റ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്. എന്തായാലും അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ തൊള്ളത് നോക്കാം. ഫ്രണ്ടിലത്തെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് പക്ക ടോപ്പിലുള്ള സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതായത് LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, DRLs വരുന്നുണ്ട്, കണക്റ്റഡ് DRLs നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. ഈവൻ LED ഫോഗ് ലാംപ്സും അവർ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫോഗ് ലാംപ്സ് വന്നു തുടങ്ങുന്ന ഈ ഒരു മോഡൽ മുതലാണ്. അതല്ലാതെ നമുക്ക് താഴെ സിൽവർ ആക്സൻസ് കാര്യങ്ങളൊക്കെ ഗ്രില്ലിൽ കൊടുത്തിട്ടുണ്ട്. ടെക്ടോൻ്റെ വലിയ ബാഡ്ജിങ് അങ്ങനെയുള്ള സാധനങ്ങളും കിട്ടുന്നുണ്ട്. സോ ബേസിക്കലി ഫ്രണ്ട് കണ്ടാൽ മിഡിൽ വേരിയൻ്റ് ആണെന്ന് ഒരിക്കലും തോന്നില്ല. പക്ക ടോപ്പിൻ്റെ അതേ ലുക്കാണ്. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അഗൈൻ ബേസിക് വേരിയൻസിലെല്ലാം 17 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആയിരുന്നു കിട്ടുന്നത്. അലോയ് വീൽസ് കിട്ടി തുടങ്ങുന്ന ഒരു മോഡൽ മുതലാണ് നമുക്ക് 18 ഇഞ്ച് ഗൺ മെറ്റൽ ഫിനിഷുള്ള അലോയ്സ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇവർ കാണിച്ചിരിക്കുന്ന ടോപ്പിൻ്റെ സെയിം അലോയ്സ് ആണ്, പക്ഷേ ഇവരുടെ ബ്രോഷറിൽ കൊടുത്തിരിക്കുന്ന സാറ്റിൻ ഗ്രേ അല്ലെങ്കിൽ ഗൺ മെറ്റൽ ഫിനിഷ് എന്നാണ്. എന്തായാലും നമുക്ക് 18 ഇഞ്ച് അലോയ് വീൽസ് ഇതിനകത്തുണ്ട്, നല്ല കാര്യമാണ്. അതുപോലെ മിറേഴ്സ് ആണെങ്കിലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മാത്രമായിരുന്നു ബേസിക് താഴത്തെ 3 വേരിയൻസിലും. ഇതിനകത്ത് നമുക്ക് ഇലക്ട്രിക് ഫോൾഡിങ്ങിൻ്റെ ഫീച്ചറും കിട്ടുന്നുണ്ട്. സോ അത് കൊള്ളാം. പിന്നെ ഡോറിൻ്റെ താഴെ ആ ഒരു സിൽവർ ആക്സൻസ് ഫ്രണ്ടിലുള്ള ഒരു ഡിസൈനൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ റിയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കണക്റ്റഡ് LED ടെയിൽ ലാംപ്സ്, സി ഷേപ്പ് ടെയിൽ ലാംപ്സ് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. LED ടെയിൽ ലാംപ്സ് ഒരു ബേസ് മോഡൽ മുതൽ കൊടുക്കുന്നതാണ്, പക്ഷേ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് വന്നു തുടങ്ങുന്ന ഈ ഒരു മോഡൽ മുതലാണ്. സോ അഗൈൻ അതും അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്. നമുക്ക് കാണുമ്പോൾ ഒരിക്കലും ലുക്ക് വൈസ് ഒരിക്കലും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ബമ്പറിൻ്റെ ആ ഒരു ഏരിയയിലായിട്ട് നമുക്ക് സിൽവർ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിയർ വൈപ്പർ വാഷർ, ഡിഫോഗർ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പോയിലറും അതുപോലെ ഷാർക്ക് ഫിൻ, ആനിന, റൂഫ് റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതൊക്കെ തൊട്ട് താഴത്തെ വേരിന് പോലെ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ആക്സൻ്റെ വേരിനിൽ പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ എന്തായാലും എക്സ്റ്റീരിയർ ഡിസൈനിൽ ഒരു രീതിയിൽ പാലോയ്സ് ആയിക്കോട്ടെ, ഡിസൈൻ ആയിക്കോട്ടെ, ഒന്നിലും നമുക്കൊരു കുറവ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. എക്സ്റ്റീരിയർ ഇത്രേ ഉള്ളൂ. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ആ ഒരു ഏരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലെതർ റാപ്ഡ് സ്റ്റിയറിങ്ങിൻ്റെ ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. പിന്നെ ഇൻസ്റ്റോൺ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് ടോപ്പ് എൻഡിൽ കിട്ടുന്ന പുതിയ UI ഉള്ള ആ ഒരു സെയിം 10.25 ഇഞ്ചസിൻ്റെ ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ വേരിയൻസിലെല്ലാം 7 ഇഞ്ചസിൻ്റെ കുറച്ചും കൂടെ ചെറിയൊരു ക്ലസ്റ്ററാണ് അവർ കൊടുക്കാറുള്ളത്. സോ അതിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ കാണുന്നത് ഈ ഒരു ഗ്രാഫിക്സ് ആണ് വരുന്നത്, പക്ഷേ ആക്ച്വലി ഇവരുടെ ബ്രോഷറിൽ ടോപ്പിൻ്റെ അതേ സൈസ് തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും അത് തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഡോർ പാഡ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് സിൽവർ ഫിനിഷിൻ്റെ അതുപോലെ സോഫ്റ്റിഷ് മെറ്റീരിയൽസ് ലെതർ ഫിനിഷാണ് ഇതിനകത്ത് വരുന്നത്. താഴത്തെ വേരിയൻസിലാണ് ഫാബ്രിക് ആയിരുന്നു. 4 വിൻഡോസും ഓട്ടോ അപ്പ് ഡൗൺ ഫംഗ്ഷനൊക്കെ വെച്ച് തന്നെയാണ് വരുന്നത്. പിന്നെ സെൻറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ടോപ്പിൽ കിട്ടുന്ന സെയിം 10.25 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീനാണ് കിട്ടുന്നത്. വയർലെസ് സൗണ്ട്, റൂട്ട്, ആപ്പിൾ കാർപ്ലേ എല്ലാം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ തൊട്ട് താഴത്തെ, അതായത് ആക്സൻ്റെ മോഡൽ മുതൽ കിട്ടുന്നതാണ്. സോ ഭയങ്കര എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഇനി താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ മോഡലുണ്ട്. അതുപോലെ ഇതിന് തൊട്ട് താഴെ ആക്സെൻറ്റയിലും വരുന്നുണ്ട്. പക്ഷേ ആക്സെൻറ്റയിൽ ഇല്ലാത്തൊരു സാധനമാണ് ഓട്ടോ AC. ഇതിനകത്ത് നമുക്ക് ഡ്യുവൽ സോൺ ഓട്ടോ AC തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. സോ അത് ടോപ്പ് എൻഡിലേക്ക് മാത്രം റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല, ഇതിനകത്തുണ്ടെന്ന് പറയുന്നത് കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ നമുക്ക് വയർലെസ് ചാർജറിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ നടുവിലായിട്ട് വരും. ഇതിപ്പോൾ മാനുവലാണ്, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ കാണുന്നത്. ഞാൻ ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരാം. DC ആണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരും. അതുപോലെ സെൻറ്റർ കൺസോളിൽ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു ഡിസൈനും വരും. അതായത് നമുക്ക് ആ ഒരു മറ്റേ സ്റ്റോറേജ് ഏരിയയും അങ്ങോട്ടേക്ക് ഫ്ലിപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്, അങ്ങനെ ഒരു നല്ല പ്രീമിയം ഫിനിഷ് ആയിരിക്കും. പിന്നെ സൈഡിലൊക്കെ നമുക്കൊരു സിൽവർ ഫിനിഷും വരും. ഇനി അതല്ലാതെ നമ്മുടെ ആംബ്രസ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിലും ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന എല്ലാവരും ലെതർ ഫിനിഷിങ്ങിലാണ് വരുന്നത്. ആൻഡ് നമുക്ക് ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രെയിംലെസ് ആയിട്ടുള്ള ഓട്ടോ ഡിമിങ് എയർ ബീംസ് ഒരു മോഡൽ മുതൽ കൊടുക്കുന്നുണ്ട്. ക്യാബിൻ ലാംപ്സ് ഒക്കെ LED ആണ്, അതൊക്കെ സെയിം ഡിസൈൻ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് ലേഔട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസും അതുപോലെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസിൻ്റെ ഒക്കെ യൂസ് അവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തുടങ്ങുന്നത് ഈ ഒരു മോഡൽ തൊട്ടാണ്. ഇതിനകത്ത് ഒരുപാട് കളർ ഓപ്ഷൻസ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. സിൽവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു പച്ച പോലത്തെ കളർ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. സോ അതിലൊന്നും കോംപ്രമൈസ് ഇല്ല. അതുപോലെ സീറ്റ്സിൻ്റെ ഒരു പാറ്റേൺ ആണെങ്കിൽ ഡോറിൽ വരുന്ന മറ്റേ ലെതർ ഫിനിഷ് നമ്മൾ പറഞ്ഞു. സീറ്റ്സും അവർ സെമി ലെതർ ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോപ്പ് പോർഷനിലും അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ലെതർ ഫിനിഷ് ഉണ്ട്. എനിക്ക് ആകെപ്പാടെ തോന്നിയത് ലെതർ ഫിനിഷ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ആ വെന്റിലേറ്റഡ് ഫംഗ്ഷനും കൂടെ കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ടെക്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് പോകേണ്ടി വരും. ഇതിൻ്റെ അകത്തതില്ല. പിന്നെ ഈ വേരിയൻറ്റിൽ വരുമ്പോഴേക്കും നല്ലൊരു ഫീച്ചർ എക്സ്ട്രാ ആഡ് ആവുന്ന പാനോറാമിക് സൺറൂഫാണ്. അത്യാവശ്യം നല്ല വലിയ സൈസുള്ളൊരു സൺറൂഫ് തന്നെയാണ് അവരതിനകത്ത് കൊടുത്തിട്ട്. താഴത്തെ വേരിയൻസിൽ നമുക്ക് കിട്ടുന്നില്ല. ആൻഡ് നമുക്ക് ആ ഒരു ഗ്രാബ് റീൽസിന് സൈഡിൽ ടച്ച് പേസ്റ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ സീറ്റ്സ് ആണെങ്കിലും ബാക്കിൽ നമുക്ക് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റർ ഉണ്ട്. അതുപോലെ സെൻറ്റർ ആംറെസ്റ്റ് ഉണ്ട്, 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്, റിയർ AC വെൻസ് ഉണ്ട് എന്ന് പറയേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ സേഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും 6 എയർ ബാഗ്സ്, ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ DCT എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഡിസ്ക് ബ്രേക്സ് കിട്ടും. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ അതൊക്കെയാണ് ഇതിനകത്ത് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം
അത്യാവശ്യം നല്ലൊരു വേരിയൻ്റ് ആണ്. എനിക്ക് ആകെപ്പാടെ വെന്റിലേറ്റഡ് സീറ്റ്സ് പിന്നെ 360 ക്യാമറ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ 360 ക്യാമറ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ടെക്ന പ്ലസ് എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻ്റ് എടുക്കണം. ഈവൻ ഇതിൻ്റെ തൊട്ട് മുകളിൽ ടെക്നെ പോകുവാണെങ്കിൽ പോലും കിട്ടില്ല. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് എഡാസ് അവൈലബിൾ അല്ല. എഡാസ് വേണമെങ്കിലും ടെക്ന മുതലാണ് തുടങ്ങുന്നത്. ടെക്നയിൽ 17 ഫീച്ചേഴ്സേ ഉള്ളൂ. ടെക്ന പ്ലസിൽ 2 കൂടെ എക്സ്ട്രാ വരും. സോ അതാണ് സംഭവം. ഇനി കളർ ഓപ്ഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു മോഡലിൽ നമുക്ക് 5 കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് 6 കളർ ഓപ്ഷൻസിൻ്റെ ഒരു എക്സ്ട്രാ അഡീഷനും കൂടെ വരും. അവർ ഗ്രേ കളറാണ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത്. സാധാരണ ഒരു കമ്പനിയും അങ്ങനെ ഗ്രേ കളർ എക്സ്ട്രാ കൊടുക്കാറില്ല, പക്ഷേ ഇവരതാണ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ടെക്ന പ്ലസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ ടോൺ കളേഴ്സിൻ്റെയും കൂടെ ഓപ്ഷൻ കിട്ടും. അത് ഈ മോഡൽ വരുന്നില്ല. ഇനി ഇതിൻ്റെ പവർ ടൺ ഓപ്ഷൻസ് അതുപോലെ പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പവർ ടൺ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് എല്ലാ എഞ്ചിൻ ഓപ്ഷൻസും കിട്ടുന്നുണ്ട്. അതായത് 1 ലിറ്റർ ആയിക്കോട്ടെ, 1.3 ടർബോ പെട്രോൾ ആയിക്കോട്ടെ, 2 ടർബോ പെട്രോൾ ആണ്, 1 ലിറ്റർ 3 സിലിണ്ടർ ആണ്, 1.3 വരുമ്പോഴേക്കും 4 സിലിണ്ടർ ആണ്. പക്ഷേ 1 ലിറ്റർ നമുക്ക് 100 PS അതുപോലെ 166 PS പവർ ഒക്കെ ഉണ്ടെങ്കിലും 6 സ്പീഡ് മാനുവൽ മാത്രമേ കിട്ടുന്നുള്ളൂ. 1.3 ആണെങ്കിൽ നമുക്ക് 6 സ്പീഡ് വെറ്റ് ക്ലച്ച് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കലും അതുപോലെ തന്നെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും കിട്ടുന്നുണ്ട്. നിങ്ങളിതിൻ്റെ തൊട്ട് താഴെ ആക്സെൻ്റ് എന്ന് പറഞ്ഞ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് 1 ലിറ്റർ മാനുവൽ എന്തായാലും ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ 1.3 DC മാത്രമേ കിട്ടുന്നുള്ളൂ. സാധാരണ അങ്ങനെയല്ല, മാനുവലാണ് കൊടുക്കാറുള്ളത്. പക്ഷേ നിസാൻ നേരെ തിരിച്ചാണ് ചെയ്തത്. പക്ഷേ ആക്സെൻ്റയുടെ കേസല്ല, നമ്മൾ ഈ എൻ കണക്റ്റഡ് എടുക്കുകയാണെങ്കിൽ എൻ്റെ നമുക്ക് 2 കിട്ടുന്നുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ എൻ കണക്റ്റയുടെ 1.3 ടർബോ മാനുവലിൻ്റെ പ്രൈസിൽ തന്നെയാണ്, സെയിം പ്രൈസിൽ തന്നെയാണ് നമ്മുടെ ആക്സെൻ്റ എന്ന് പറഞ്ഞ 1.3 DCTയുടെ എക്സ്ഷോറൂം പ്രൈസ് നിൽക്കുന്നത്. 14.99 lakhs ആണ് രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത്. സോ നിങ്ങൾക്ക് കുറച്ചുകൊണ്ട് ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. സൺറൂഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എക്സ്ട്രാ ഇതിനകത്ത് കിട്ടും. പക്ഷേ എന്നാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് മതി, എന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു കൺവീനിയൻസ് വേണമെന്നുണ്ടെങ്കിൽ മറ്റതെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. ഇനി മൊത്തത്തിൽ ഈ വേരിയൻസിൻ്റെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ പ്രൈസ് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം. ആക്സെൻ്റ് 11.79 lakhs ആണ്. എൻ കണക്റ്റിലേക്ക് വരുമ്പോഴേക്കും 13.69 lakhs ആണ്. അതായത് 1.9 lakhsനടുത്ത് പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടോട് പോകുമ്പോൾ എന്തായാലും 2 ലക്ഷത്തിന് മുകളിൽ പോകും. ഈ 2 ലക്ഷം രൂപയ്ക്ക് ഇത് വെർത്താണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അലോയ് വീൽസ് 18 ഇഞ്ച് ആടാവുന്നുണ്ട്, പാനോറാമിക് സൺറൂഫ് ഉണ്ട്, ഡ്യുവൽ സോൺ AC ഉണ്ട്, പിന്നെ കുറച്ചധികം എക്സ്ട്രാ സാധനങ്ങൾ വരുന്നുണ്ട്. സോ എസ്തെറ്റിക്കലി ആൻഡ് കുറച്ചൊരു കംഫർട്ട് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആഡ് ആവുന്നുണ്ട് എന്ന് പറയാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ബേസിക് ഫീച്ചേഴ്സൊക്കെ മതി, ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ആക്സെൻ്റ് എടുത്താലും വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവർ പ്രീമിയം ഫീച്ചേഴ്സിന് വേണ്ടി വേണമെങ്കിൽ ഇതെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴേക്കും ടെക്ന മോഡൽ പിന്നെ നമുക്കൊരു 1.25 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അടുത്ത് എക്സ്ട്രാ എക്സ്പെൻസീവ് ആയിട്ട് വരുന്നുണ്ട്. അത് എഡാസ് ഉണ്ട്, പക്ഷേ എഡാസ് നമുക്ക് ഇവിടെ അത്ര യൂസബിൾ അല്ലാത്തതുകൊണ്ട് എനിക്ക് പേഴ്സണലി അതത്ര വാല്യൂ ഫോണായിട്ട് തോന്നിയില്ല. അതിൻ്റെ മുകളിലത്തെ ടെക്ന പ്ലസ് എടുക്കുകയാണെങ്കിൽ പിന്നെ അറ്റ്ലീസ്റ്റ് 360 ക്യാമറയെങ്കിലും കിട്ടും. പക്ഷേ 360 ക്യാമറയ്ക്ക് വേണ്ടി മാത്രം ടോപ്പ് എൻഡിലേക്ക് പോകണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അവർക്കത് അറ്റ്ലീസ്റ്റ് ടെക്നയിലെങ്കിലും കൊടുക്കായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ ആംബിയൻ ലൈറ്റ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ ടെക്ന മുതലാണ് കൊടുക്കുന്നത്. എന്തായാലും ഇതാണ് നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്ന ഫീച്ചേഴ്സ്. അതിന് ഇതിൻ്റെ താഴത്തെ വേരിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റിയുള്ളതെന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ അല്ലെങ്കിൽ പ്രൊഡക്ട്സോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.